വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴ ഇതുവരെ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ നോക്കുമ്പോൾ നല്ല മഴയായിരുന്നു. തണുപ്പോണ്ട് എങ്ങനെയോ എണീറ്റ് വന്നിട്ടാണ് നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ കിച്ചണിലേക്കാണ്. കിച്ചണിൽ പോയി നോക്കുമ്പോഴേക്കും ഉമ്മച്ചിൻ്റെ ഡ്യൂട്ടി തുടങ്ങിയിരുന്നു. ആ അമ്മമാരാണല്ലോ ഏറ്റവും നേരത്തെ എഴുന്നേൽക്കുക. അപ്പോൾ അത് ഉമ്മച്ചി ഇന്ന് രാവിലെ തന്നെ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓംലെറ്റ് ഉണ്ടാക്കാം കേട്ടോ. ഇന്ന് ഓംലെറ്റൊക്കെ ആക്കിയിട്ടുള്ള ഒരു തരം കറിയാണ്. നമ്മളെപ്പോഴും സാധാ മാതിരിയല്ലേ, എന്തെങ്കിലും ഒരു വെറൈറ്റി നോക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി പത്തിരിപ്പൊടി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പത്തിരിപ്പണി എൻ്റെതായതുകൊണ്ട് അത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഞാൻ പിന്നെ വേഗം തേങ്ങയൊക്കെ ചെരുവി ഇനി കറിക്ക് അരക്കാൻ വേണ്ടിയിട്ട് അത് തന്നെയാണ്. അങ്ങനെ നേരെ കൊല്ലായിൽ വന്ന് നോക്കുമ്പോൾ അളിയന് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് പണിക്ക് പോകാൻ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ബുള്ളറ്റിന് ചെറിയൊരു തകരാറ് ഒന്നും സ്റ്റാർട്ടായിണ്ടായില്ല. അപ്പം അന്നത്തെ പണി അങ്ങനെ പോയി. അങ്ങനെ ഇത് അമ്മച്ചി ആക്കി വെച്ച ചായ ഇനി കുടിക്കണം എന്നുള്ളൊരു ഡ്യൂട്ടി ഉണ്ടല്ലോ. രാവിലത്തെ കാൽ ചായ നമുക്ക് എപ്പോഴും പതിവുണ്ടല്ലോ. അങ്ങനെ നല്ല ചായയൊക്കെ ആയിട്ടുണ്ട്. ഇനി അതൊക്കെ എടുത്ത് കൊലായിലേക്ക് പോകണം. അപ്പോഴേക്കും ഉമ്മച്ചി എല്ലാവർക്കും ഉള്ള പീസാക്കി ഓതി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ നേരെ ഒരു നല്ല തേങ്ങ ബിസ്ക്കറ്റും പിന്നെ ചായയായിട്ട് കൊലായിൽ പോയി മഴ കണ്ട് ആ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും ഉമ്മച്ചി കറിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നേ. ഇനി നമ്മളിതൊക്കെ ആക്കി കഴിയുമ്പോഴേക്കും ഒരാളെ വിളിക്കാനുണ്ട്. കാരണം രാവിലെ തന്നെ മദ്രസ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വേഗം റൂമിലേക്ക് പോയി നോക്കുമ്പോൾ മിഷുപ്പി നല്ല ഉറക്കത്തില്ല. വേഗം വിളിച്ചു ഇനി മദ്രസയിലേക്കുള്ള പോകാൻ. അങ്ങനെ നേരെ മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നല്ല ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് മിഷുപ്പി നേരെ തിരിച്ച് വരുന്നുണ്ടായിരുന്നേ. ഒക്കെ റെഡിയായി കഴിഞ്ഞാലാണ് ചായ കൊടുക്കുക. ചായ കൊടുത്തു കഴിഞ്ഞാലും ആ ക്ലാസ്സിലുള്ള ചായ അങ്ങനെ തന്നെ ഉണ്ടാവും. അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാലും ചായൻ്റെ ഒരു സമയമുണ്ട്. അത് കുറേ കഴിഞ്ഞിട്ടാണ് അവർ കുടിക്കാറ്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ പർദ്ദയൊക്കെ ഇട്ട് കുറച്ച് പൗഡർ അധികം ഇടുന്ന ഇത് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. അപ്പോൾ ഇന്ന് അധികമായി ഉസ്താദ് അതിനൊരു കമൻറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നത് കേട്ടോ. കാരണം പൗഡർ ഇട്ടിന് മറിഞ്ഞു പോയോ എന്തോ ഒന്ന് പറഞ്ഞു എന്ന് മിഷുപ്പി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനി ഞാൻ എന്താക്കി നേരെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവണം. അങ്ങനെ മൊത്തത്തിലൊന്ന് സെറ്റപ്പായി മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൗഡറോ അതും ഇതൊക്കെ വാരിപ്പൂശി നേരെ ഇനി താഴേക്ക് പോകണം. കാരണം ഞാൻ ഇറങ്ങുമ്പോഴും മിഷുപ്പിയൊക്കെ മദ്രസയിലേക്ക് പോകുമ്പോഴും മഴ ഒന്നും കുറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മൾ വിചാരിച്ചു ഇനി അവിടെ എത്തിക്കഴിഞ്ഞിട്ട് മഴ പെയ്യുമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നേരെ ഇനി ഓഫീസിലേക്ക് ആരെയും നോക്കാനില്ല. നോക്കുമ്പോൾ റോഡിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇലകളോടും പൂക്കളോടും കഥ പറഞ്ഞ് ഇനി